നമസ്കാരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന മനുഷ്യനിർമ്മിത അത്ഭുതം ബഹിരാകാശത്തെ അതിൻ്റെ ദീർഘകാലത്തെ ദൗത്യം പൂർത്തിയാക്കി വിരമിക്കാൻ ഒരുങ്ങുകയാണ്. 1998 ആദ്യ മൊഡ്യൂളുകൾ വിക്ഷേപിച്ചത് മുതൽ കഴിഞ്ഞ 25 വർഷമായി ഭൂമിക്ക് മുകളിൽ ഭ്രമണം ചെയ്യുന്ന ഈ നിലയം ആഗോള സഹകരണത്തിൻ്റെയും ശാസ്ത്രീയ മുന്നേറ്റത്തിൻ്റെയും പ്രതീകമായാണ് അറിയപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്കും ബഹിരാകാശ സഞ്ചാരികൾക്കും ഗവേഷണത്തിനുള്ള വേദിയൊരുക്കിയ ISS 2030 ശേഷം അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് നാസ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ഈ വിരമിക്കൽ ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായത്തിൻ്റെ അന്ത്യമാണെങ്കിലും പുതിയൊരു വാണിജ്യ ബഹിരാകാശ യുഗത്തിലേക്കുള്ള ചുവടുവയ്പ് കൂടിയാണ്. ISSൻ്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ ശാസ്ത്രലോകം വലിയൊരു വെല്ലുവിളിയാണ് നേരിടുന്നത്. മുൻപ് 1979 അമേരിക്കയുടെ ആദ്യ ബഹിരാകാശ നിലയമായ സ്കൈലാബ് ഭൂമിയിലേക്ക് പതിച്ച സംഭവം ഇതിന് ഒരു ഉദാഹരണമാണ്. മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ഇന്ത്യൻ സമുദ്രത്തിൽ പതിക്കുന്നതിന് പകരം സ്കൈലാബിൻ്റെ അവശിഷ്ടങ്ങൾ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലാണ് പതിച്ചത്. ഇത് വലിയ ആശങ്കകൾക്ക് കാരണമായിരുന്നു. സ്കൈലാബ് തകർന്നു വീഴുമ്പോൾ അതിന് പകരമായി മറ്റൊരു നിലയം സജ്ജമായിരുന്നില്ല എന്നതായിരുന്നു അന്ന് നേരിട്ട ഏറ്റവും വലിയ പോരായ്മ. എന്നാൽ ഇത്തവണ ISS വിരമിക്കുന്നതിന് മുൻപ് തന്നെ ബദൽ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാസ. ചരിത്രം ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ കൃത്യമായ ആസൂത്രണത്തോടെയാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. ഇത്തവണ നാസയുടെ തന്ത്രം മുൻകാലങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. സർക്കാർ നേരിട്ട് ഒരു ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിന് പകരം സ്വകാര്യ കമ്പനികളെ ബഹിരാകാശ നിലയങ്ങൾ നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പുതിയ നയം. ഇതിലൂടെ ബഹിരാകാശ നിലയങ്ങളുടെ ഉടമ എന്ന നിലയിൽ നിന്ന് മാറി അവയിലെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഉപഭോക്താവായി നാസ മാറും. ബഹിരാകാശ യാത്രാ ചെലവ് കുറയ്ക്കുവാനും സാങ്കേതിക വിദ്യയിൽ കൂടുതൽ നവീകരണങ്ങൾ കൊണ്ടുവരുവാനും ഈ വാണിജ്യ മോഡൽ സഹായിച്ചേക്കും. ISS സുരക്ഷിതമായി അന്തരീക്ഷത്തിൽ കത്തിത്തീരുന്നതോടെ സ്വകാര്യ മേഖലയുടെ നേതൃത്വത്തിലുള്ള പുതിയ ലബോറട്ടറികൾ ഭ്രമണപഥത്തിൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാവിയിൽ നിലവിൽ വരുന്ന പുതിയ ബഹിരാകാശ നിലയങ്ങൾക്ക് നാസ കർശനമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. കുറഞ്ഞത് 4 ബഹിരാകാശ സഞ്ചാരികൾക്ക് 1 മാസമെങ്കിലും ഒരേ സമയം താമസിക്കുവാനുള്ള സൗകര്യം ഈ നിലയങ്ങളിൽ ഉണ്ടായിരിക്കണം. ISSൽ നടന്നു വരുന്ന 4000-ലധികം പരീക്ഷണങ്ങളുടെ തുടർച്ച ഉറപ്പാക്കുവാൻ അത്യാധുനിക ഗവേഷണ സൗകര്യങ്ങൾ അവിടെ സജ്ജീകരിക്കേണ്ടതുണ്ട്. കൂടാതെ പ്രവർത്തന കാലാവധി കഴിയുമ്പോൾ ജനവാസ മേഖലകളിൽ അപകടമുണ്ടാക്കാത്ത രീതിയിൽ സുരക്ഷിതമായി നശിപ്പിക്കുവാൻ കഴിയുന്ന രൂപകൽപ്പനയായിരിക്കണം പുതിയ നിലയങ്ങളുടേത്. കുറഞ്ഞ ചെലവിൽ ഗവേഷണം സാധ്യമാക്കുന്ന ഈ സ്വകാര്യ നിലയങ്ങൾ ബഹിരാകാശത്തെ മനുഷ്യന്റെ തുടർച്ചയായ സാന്നിധ്യം ഉറപ്പാക്കുവാൻ സഹായിക്കും. വെബ് ഡെസ്ക് തത്തുമൈ TV.